നമസ്കാരം പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഗുരുവായൂർ വാർത്തകളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗുരുവായൂരിലെ KSRTCയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്രാവശ്യം പുറത്തേക്ക് ഒരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. മുൻപും പറഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ്. എങ്കിലും ഇത്രയും വലിയൊരു ദേശീയ തീർത്ഥാടന കേന്ദ്രത്തിൽ ഇത്രയും വർഷങ്ങളായിട്ടും ഒരേ പ്രശ്നം നിലനിൽക്കുന്നു. അതും ഒരു സർക്കാർ മാറി 10 വർഷം ഭരിച്ച ഒരു സർക്കാർ മാറി പുതിയ ഒരു സർക്കാർ UDF സർക്കാർ അധികാരത്തിലെത്തിയിട്ടും ഗുരുവായൂർ പോലെയുള്ളൊരു ദേശീയ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ ഒരു ദുരിതം, ഏറ്റവും വലിയ ദുരിതങ്ങളിലൊന്നായ യാത്രാ ദുരിതം, KSRTC സ്റ്റാൻഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള യാത്രാ ദുരിതം, ബസ്സുകളുടെ അവൈലബിലിറ്റി ഇല്ലായ്മ, ലഭ്യതയില്ലായ്മ, ഇതെല്ലാം നിങ്ങളിലേക്ക് വീണ്ടും എത്തിക്കുകയാണ്. മുൻപത്തേക്കാൾ പ്രശ്നം രൂക്ഷമാണ് എന്ന് വേണമെങ്കിൽ പറയാം. പല സമയത്തും ഗുരുവായൂരിൽ വന്നിറങ്ങുന്ന യാത്രക്കാർക്ക് തിരിച്ചു പോകാൻ വേണ്ടത്ര ബസ്സുകൾ പല ഭാഗങ്ങളിലേക്കും, കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും പോകാനുള്ള ബസ്സുകൾ ഇവിടെ കിട്ടാറില്ല. അതുപോലെ ഗുരുവായൂരിലേക്ക് എത്താനുള്ള ബസ്സുകൾ പലപ്പോഴും പല ആളുകൾക്കും കിട്ടുന്നില്ല. അതിലേറ്റവും രൂക്ഷമായ പ്രശ്നം കോഴിക്കോട്, പൊന്നാനി, തിരൂർ വഴി ഗുരുവായൂരിലേക്ക് വരുന്ന KSRTC ബസ്സുകളാണ്. അതുപോലെ തന്നെ ലോങ് ഡിസ്റ്റൻസിലുള്ള ബസ്സുകൾ, തിരുവനന്തപുരം ഭാഗത്തുനിന്ന് വരുന്ന ബസ്സുകൾ, അതുപോലെ പാല, കോട്ടയം, തൊടുപുഴ, അങ്കമാലി, അങ്ങനെ ഭാഗത്തുനിന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടുമാകട്ടെ പോകുന്ന കണ്ണൂർ, കോഴിക്കോട് ഭാഗങ്ങളിലേക്ക് ഇടപ്പാൾ വഴി കോഴിക്കോട്, കുറ്റിപ്പുറം ഇടപ്പാൾ വഴി കോഴിക്കോട്ടേക്ക് പോകുന്ന ബസ്സുകൾ, അങ്ങനെയുള്ള ദൂരദേശങ്ങളിലേക്കുള്ള യാത്രകൾ വളരെ ദുഷ്കരമായിരിക്കുകയാണ്. എത്രയോ മണിക്കൂറുകൾ യാത്രക്കാർ ചിലപ്പോൾ കാത്തു നിൽക്കേണ്ട അവസ്ഥയുണ്ട്. എന്നാലും ആരും പ്രതികരിക്കാറില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു വിരോധാഭാസം. യാത്രക്കാർക്ക് വേണ്ടത്ര കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിൽ ഇവിടുത്തെ KSRTC ഡിപ്പോയിലിരിക്കുന്ന ജീവനക്കാരും വളരെ പുറകിലാണ്. കൃത്യമായിട്ടൊരു ആൻസറബിളായിട്ടുള്ള ഒരു കാര്യം, കൃത്യമായ ഒരു ഉത്തരങ്ങൾ അല്ലെങ്കിൽ യാത്രക്കാർക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകുന്ന കാര്യത്തിലും ഇവിടെ പരാജയമാണ്. എല്ലാ തരത്തിലും ഗുരുവായൂർ KSRTC സ്റ്റാൻഡ് എന്ന് പറയുന്നത് ദുരിതങ്ങളുടെ ഒരു കൂട്ടായ്മ മാത്രമായിരിക്കുകയാണ്. ഏറെ ദുഷ്കരമായിരിക്കുകയാണ് ഇവിടെ നിന്നുള്ള യാത്ര. തീർച്ചയായിട്ടും പൊന്നാനി, നേരത്തെ പറഞ്ഞതുപോലെ പൊന്നാനി ഭാഗത്തേക്കും പൊന്നാനി വഴി കോഴിക്കോട്ടേക്ക് പോകുന്ന ബസ്സുകൾ, പൊന്നാനി കോഴിക്കോട് ഭാഗത്തു നിന്നും ഇങ്ങോട്ട് ഗുരുവായൂരിലേക്ക് വരുന്ന ബസ്സുകൾ, ഇതെല്ലാം ഒരു തരത്തിലും ഒരു സ്വസ്ഥമായ യാത്ര, ഒരു കംഫർട്ടായിട്ടുള്ള യാത്ര ജനങ്ങൾക്ക് സമ്മാനിക്കുന്നില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, പലപ്പോഴും ബസ്സുകൾ പാതി വഴിയിൽ ബ്രേക്ക് ഡൗൺ ആകുന്നു, അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങൾ കാരണം ബസ്സുകൾ പാതി വഴിയിൽ യാത്ര മുടങ്ങുകയും യാത്രക്കാർ ഇറങ്ങി നിൽക്കേണ്ട അവസ്ഥ വരുന്നു. അത് സ്ഥിരം മിക്കപ്പോഴും ഉണ്ടാകുന്ന ഒരു കാഴ്ചയാണ് എന്ന് തന്നെ പറയാം. അതുപോലെ ബസ്സുകളുടെ അവൈലബിലിറ്റി വളരെ കുറവാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു വിഷയം തന്നെയാണ്. കൃത്യമായ സമയത്ത് പുറപ്പെടാത്ത ബസ്സുകൾ, അതുപോലെ പറഞ്ഞ സമയത്തിനും പുറപ്പെടുന്ന സമയത്തിനും 5 മിനിറ്റ് മുമ്പ് അപ്രതീക്ഷിതമായി എടുത്തു പോകുന്ന ബസ്സുകൾ, ഇങ്ങനെ ആകെ കുത്തഴിഞ്ഞ് കിടക്കുകയാണ് ഗുരുവായൂർ KSRTC സ്റ്റാൻഡിലെ പല പ്രവൃത്തികളും. തീർച്ചയായിട്ടും ഇത് പറയാതിരിക്കാൻ കഴിയില്ല. യാത്രക്കാർ ഒരു കൃത്യസമയത്തിന് സ്റ്റാൻഡിലെത്തുമ്പോൾ ബസ് പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ആ ബസ് ഉണ്ടാകില്ല. അതുപോലെ അപ്രതീക്ഷിതമായി ബസ്സുകൾ കട്ട് ചെയ്യുന്നു, റദ്ദാക്കുന്നു. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ കൊണ്ടാണ് ഈ സ്റ്റാൻഡ് പേര് എടുത്തിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും പുതിയ ഒരു സർക്കാർ വന്നിട്ടും ഇതിന് പരിഹാരമില്ലെങ്കിൽ ഇനി ആരാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുക എന്നും ജനങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരണം. യാത്രക്കാരെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത് എന്നൊരു അപേക്ഷ കൂടി ഇവിടെ വയ്ക്കുകയാണ്. ഇവിടെ തൊഴാൻ വരുന്ന ഭക്തജനങ്ങളാകട്ടെ, സ്ഥിരം യാത്ര ചെയ്ത് വീടുകളിലേക്കോ അല്ലെങ്കിൽ സ്ഥിരം എത്തുന്ന ഇതുവഴി പാസ് ചെയ്യുന്നവരാകട്ടെ, എല്ലാവരുടെയും യാത്ര സുഗമമാക്കണം. ദേശീയ തീർത്ഥാടന കേന്ദ്രമായിട്ടും അതിൻ്റെ യാതൊരു ഗുണവും കാണിക്കാത്ത ഒരു ബസ് സ്റ്റേഷനായിട്ട് ഈ ഗുരുവായൂർ KSRTC മാറിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഉടനെ ഒരു പരിഹാരമുണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു. പരമാവധി ഈ വാർത്ത ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും എത്തിക്കുക, ജനങ്ങൾ പ്രതികരിക്കാൻ കൂടി ശ്രമിക്കുക. താങ്ക്